ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഉത്രാട ദിനാശംസകൾ. ഇന്നത്തെ ഞങ്ങളുടെ പൂക്കളതാണ് കേട്ടോ. ഇന്ന് മോനെ ഏൽപ്പിച്ചതാണ്, അവനാണ് ഇട്ടിട്ടുള്ളത്. രാവിലെ ചായക്ക് പുട്ടും പപ്പടവും കിഴങ്ങ് കറിയായിരുന്നു. എല്ലാവരും ചായ കുടിക്കലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കഴിക്കാൻ. എൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ലേറ്റായി പോയി. അപ്പോൾ പിന്നെ ഞാൻ കുടിക്കട്ടെ. പിന്നെ പെട്ടു ഗൈസ്, തൊണ്ടയ്ക്ക് ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് ഉത്രാടത്തിൻ്റെ തലേന്നായപ്പോഴേക്കും എനിക്ക് വയ്യാണ്ടായി. ഹോസ്പിറ്റലിലൊക്കെ പോയി കാണിച്ചു. അതുകൊണ്ട് തലേന്ന് റെഡി ആക്കിയൊക്കെയാണ്, ക്ലീനിങ് ഒക്കെ റെഡി ആക്കാൻ നേരത്തൊന്നും നടന്നില്ല. ഇന്ന് സദ്യ അല്ല ഉണ്ടാക്കുന്നത്, ബിരിയാണിയാണ്. 2 ദിവസം കൂടി സദ്യ എല്ലാവർക്കും മടുപ്പാവും. അപ്പോൾ മടുപ്പ് മാത്രമല്ല, ഉണ്ടാക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. 2 ദിവസം സദ്യ ഉണ്ടാക്കുമ്പോഴേക്കും നമ്മൾ ആകെ പെട്ടുപോകും. അപ്പം അതുകൊണ്ട് ഇന്ന് ബിരിയാണിയാണ്. അപ്പം അത് അവിടെ തയ്യാറാകുന്നു. ഉള്ളിലുള്ള അടുക്കളയിൽ സദ്യക്ക് ചെറിയ സദ്യ, ചോറ്, കറികൾ, അങ്ങനെ കുറഞ്ഞ ചുറ്റവട്ടങ്ങൾ മാത്രമായിട്ടുള്ളൊരു സദ്യ ഉണ്ടാക്കുന്നു. പിന്നെ പായസം ഉണ്ടാക്കുന്നുണ്ട്, സേമിയം സാബുനരിയും കൊണ്ട്. അപ്പം അതും തയ്യാറാക്കും. അപ്പം എല്ലാ പണികളും കൂടി ആകെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവരൊക്കെ വരുമ്പോഴേക്കും സെറ്റായാൽ പിന്നെ നമുക്ക് അവരോട് സംസാരിച്ചിരിക്കാന്ന് കരുതിയിട്ട്. പിന്നെ ഇന്നാണെങ്കിൽ നല്ല മഴയാണ് കേട്ടോ. ഓണത്തിന് മഴ കൊണ്ടുപോയി. നാളെ എങ്ങനെയാണെന്ന് അറിയില്ല, എന്നാലും ഇന്ന് നല്ല മഴയുണ്ട്. ഇത് ഏട്ടൻ്റെ വലിയ ചേച്ചിയും ഹസ്ബൻഡുമാണ്. അവരെത്തിയിട്ടുണ്ട്. അപ്പം അച്ഛന് ഓണക്കോടി കൊടുക്കുന്നത് അച്ഛന് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചെറിയ ചേച്ചി എത്തി. ചേച്ചിയും മക്കളും ഹസ്ബൻഡും അവരുടെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ സെറ്റായി. ഫുഡ് കഴിക്കാനുള്ള സമയമായി. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. ഏട്ടൻ്റെ ഫ്രണ്ട്സ് ഒന്നും എത്തിയിട്ടില്ല. അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ കുറച്ച് കഴിഞ്ഞേക്ക് എത്തും. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ഈ അമ്മയ്ക്ക് നമ്മൾ ബിരിയാണി പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് ചോറ്, സാമ്പാർ, എരിശ്ശേരി, ഉപ്പേരി, പിന്നെ മീൻ വറുത്തത്. ചിക്കൻ പറ്റാത്തതുകൊണ്ട് മീൻ വറുത്തതുകൊണ്ട് അമ്മയ്ക്ക്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് കൂട്ടുകാരൻ്റെ രശ്മി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അവരോട് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു. അവരവിടെ ഫുഡും കഴിക്കുകയാണ്. ബാക്കിയുള്ളവരൊന്നും എത്തിയിട്ടില്ല. അവർ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അവിടെ കുറച്ച് നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരും എല്ലാവരും എത്തി. പിന്നെ അവരോട് ഇരിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങളിരുന്നോളൂ, അത് കഴിഞ്ഞ് ലാസ്റ്റ് അവർ ഒന്നിച്ചിരുന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു. അതിന് ശേഷം പിന്നെ അവർ കഴിച്ചത്. അവരെല്ലാവരും ഇരുന്ന് കഴിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഗ്രൂപ്പിലിടാനാണെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ 3 നിന്നാണ്ടും ഫോട്ടോ എടുത്തു. രശ്മിയും ഗീതും ഞാനൊക്കെ നിന്ന് ഫോട്ടോ എടുത്തു, ഞങ്ങൾക്കും ഗ്രൂപ്പിലിടാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും പോയി. ചേച്ചിമാരൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴേക്കും ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിൽ അല്ലു ഇല്ല കേട്ടോ. അല്ലുവിനെ മിസ്സായിട്ടുണ്ട്. 2 ദിവസം മുന്നേ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അതിന് പോയപ്പോൾ അവൻ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അച്ഛൻ്റെ കൂടെ. അവരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആനും അല്ലും കൂടിയും വരും. ബസ്സിനാണ് അവർ വരുന്നത്. പിന്നെ എല്ലാവരും പോയതിന് ശേഷമാണ് അവരെത്തിയിട്ടുള്ളത്. വീട്ടിൽ ഓണല്ല, അപ്പം അതുകൊണ്ട് അവരോട് വരാൻ പറഞ്ഞായിരുന്നു. ഞാൻ അവരെത്തി. അവർ വന്നപ്പോൾ ആദു ഉറങ്ങിയായിരുന്നു. പിന്നെ അല്ലു വേഗം പോയി ആദുവിനെയൊക്കെ വിളിച്ചു. അവൻ പോയേനെ ദിവസം വിളിച്ചാണ്ട് ഇന്നെ കൊണ്ടുപോവാതെ പോയി, അമ്മച്ചനോട് ഇനിയും കൊണ്ടുപോകാൻ വരാൻ പറയാന്നൊക്കെ പറഞ്ഞാണ്ട് വിളിച്ച് പറയലൊക്കെ ആയിരുന്നു. കുറച്ചൊക്കെ ഉറക്കത്തിന് ക്ഷീണമായപ്പോൾ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എല്ലാം ശരിയായി. അവർ കളിക്കലൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങളുടെ ഉത്രാടദിന വിശേഷങ്ങൾ ഇത്രയൊക്കെ ആയിരുന്നു. എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്, താങ്ക് യു.